നേരല്ലേ? ലെഫ്റ്റ്. ഹായ്, ഇന്ന് ദോഹയിലേക്കാണ് എൻ്റെ യാത്ര. കുറേ ആയി ദോഹയിലെല്ലാം പോയിട്ട്, നോമ്പായിട്ട് അങ്ങോട്ട് പോയിട്ടേ ഇല്ല. ഇന്ന് നമ്മളെ കൂടെയുള്ള നമ്മളെ ആസിഫിൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു ഷോപ്പ് ഉദ്ഘാടനം ഉണ്ട്. അവിടത്തേക്കാണ് പോകുന്നത് മെയിനായിട്ട്. അന്നേരം അവിടത്തേക്ക് പോകുമ്പം ദോഹയിലെ റമദാൻ കാഴ്ചയും മൊത്തം ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് നോക്കാം എന്തെല്ലാം കിട്ടുന്നുള്ളത്. അതായത് ദോഹയിലേക്കുള്ള യാത്രയിലാണ്. മറ്റൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് നമ്മളെ സൽവാർ റോഡാണ്. സൽവാർ റോഡ് എന്ന് പറയുന്നത് ഇത് സൗദിയിൽ നിന്ന് നേരെ വരുന്ന റോഡാണ്. ഇത് നേരെ ദോഹയിലേക്ക് കോർണിഷിലാണ് പോയി മുട്ടുന്നത് റോഡ്. ആ മുകളിലത്തെ റോഡ് എയർപോർട്ട് റോഡാണ്. നമ്മളെ അങ്ങനെ അൽക്കോർ ഭാഗത്ത് നല്ല ആൾക്കാർ വരുമ്പോഴുള്ള എയർപോർട്ട് റോഡ്. അടിപൊളി റോഡാണ്. നല്ല കളർ മാറിക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പം നമ്മൾ ദോഹയിലെത്തി. ഇതാണ് ഇതിനെന്താ പറയല്? മശ്രീഫ് അല്ലേ? മശ്രീഫ്. പണ്ട് നാഷണൽ നേരു ഈ സ്ഥലത്തിൻ്റെ പേര് പറയല്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് ഒരുമാതിരി സൂക്കുകളും ഇതേപോലത്തെ ചെറിയ ഷോപ്പുകളും വലിയ ബിസിനസ് നടക്കുന്ന ഏരിയ ആയിരുന്നു. ഇപ്പം അതെല്ലാം ഫുള്ള് തച്ച് പൊളിച്ച് ഇവിടെ ഇത്ര അടിപൊളി ബിൽഡിങ്ങും കാര്യങ്ങളും വന്ന് അതിൻ്റെ ഉള്ളിൽ അടിപൊളി സെറ്റപ്പ്, മെട്രോ, ട്രെയിന്, മറ്റേ ഇതെല്ലാം ഉണ്ട് കേട്ടോ. ഇപ്പം വലിയ റഷില്ല ഇവിടെ. അങ്ങനെ തിരക്കും കാര്യങ്ങളും ഇവിടെയൊന്നും പാർക്ക് ചെയ്യാൻ പറ്റില്ല. പാർക്കിംഗ് എല്ലാം അടയിടെല്ലാം കൊണ്ടുവരണം. പണ്ടൊരു സംഭവമാണ് ഈ ഏരിയ. പണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെള്ളിയാഴ്ചയെല്ലാം ദിവസം നമ്മൾ സനയെന്നും ഈ കമ്പനികളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ മൊത്തം ഇവിടെ എത്തും. ഇവിടെ ഒരു ഉത്സവം പോലെ നമ്മളെ മുംബൈയിലെല്ലാം പോലെ ഒരു വലിയ ടൗണിൽ പോയ സ്ഥലം മാതിരിയാണ്. അപ്പോൾ ദോഹയിലെത്തി. നേരെ വൈകി കാണുന്നില്ലേ ഫനാർ മസ്ജിദ് സൂക്കിൻ്റെ അടുത്തുള്ളതാണ്. ഇവിടെ പാർക്കിങ്ങിന് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. ദോഹയിൽ വന്നു കഴിഞ്ഞാൽ പാർക്കിങ്ങിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആ സൂക്ക് വോക്കിൻ്റെ ഇടയിലും പോയ പാർക്കിംഗ് ഇഷ്ടം പോലെ ഉണ്ട്. നേരം എൻ്റെ കൂടെ ആസിഫുണ്ട്. ആസിഫേ, എന്തെല്ലാന്ന് നോമ്പെല്ലാം എങ്ങനെ പോകുന്നത്? അല്ലേ, നമുക്ക് പോവാം. നോക്കിയേ, പണ്ടത്തെ ഇവിടെ പണ്ട് എന്തോ ഒരു ബിൽഡിങ് ഉണ്ടായതാ. അതിൻ്റെ സ്റ്റെപ്പ് കണ്ട, പണ്ടത്തെ സ്റ്റെപ്പ് അടിപൊളി കേട്ടാ. ഇതിലൂടെ പോയാൽ പള്ളി കിട്ടും. പാടെ ഇതിലൂടെ വഴിയുണ്ട്, വാ. വഴിയുണ്ട് വാ. കണ്ണിൽ ഇത് ചപ്പുള്ളൂ നോക്കണേ. ഇതെല്ലാം വീട് വഴിയാന്ന്. ഇവിടെ എന്തോ ബിൽഡിങ് ഉണ്ടായിരുന്നല്ലേ. ഈ സ്ഥലത്തിനെല്ലാം കോടി മില്യൺ പൈസ ഉണ്ടാവും കേട്ടോ. ഇവിടെ പള്ളിയാണ് ഉണ്ടായിന് പണ്ട്. എന്തോ ഉണ്ടായിന് ഇടതാ. അതിന് തറയാൻ തോന്നിയത്. എന്താ കാട്ടുവാ. അല്ല വഴി കൊടുത്തു. നമ്മളെ നാട്ടിൽ വേരിൻ്റെ ഇടക്കൂട്ട് ഇറങ്ങി പോകുന്ന മാതിരി ബഹുമല്ലേ. അപ്പോൾ പള്ളിയിൽ നിന്ന് നിസ്കരിച്ചിട്ട് പോകാം. അപ്പോൾ അവിടെയാണ് കേട്ടോ നമ്മളെ ഷോപ്പ് ഉദ്ഘാടനം. കണ്ട ബഹർ, രണ്ടാമത്തെ ഷോപ്പ്. ആളെ കാണുന്നില്ലല്ലോ. കുറച്ച് ചെയ്യാ. അപ്പോൾ എന്താണ് പരിപാടി? ചായ കുടിക്കാൻ പോവാ. വാ, നമുക്ക് ചായ കുടിച്ചിട്ട് വരാം. ഇത് ഏത് സൂക്കാണ്? സൂക്ക് ജാബർ. സൂക്ക് ജാബറായത്. ഇതിനുള്ളിൽ കുറേ സൂക്കുകളുണ്ട് കേട്ടോ. സൂക്ക് ജാബർ, സൂക്ക് എന്നാന്ന് പണ്ടെല്ലാം ഓർമ്മയുണ്ടായിരുന്നു. ഇപ്പം എല്ലാം മറന്നുപോയി. പണ്ട് മാമയെല്ലാമായിട്ട് എപ്പം വരുന്ന സ്ഥലമായത്, മെയിൻ സ്ഥലം. ആളുണ്ടാടാ. ഇത് നമ്മളെ ഇതിൻ്റെ എല്ലാ ആക്സസറീസെല്ലാം, ക്യാമറ, ഗോപ്രോ എല്ലാം കിട്ടുന്ന സ്ഥലമാണ് കേട്ടോ. ഇതല്ലേ അവൻ്റെ കടയുണ്ടായിന് ആദ്യം. ഇവിടത്തേക്ക് എന്താ മാറ്റിയത്? ഇപ്പുറത്തേക്ക് മാറ്റി. ഉള്ളിൽ അടച്ചിട്ടിട്ടാണല്ലോ ഉള്ളത്. അതെയാ, അടിപൊളി. ഇതെല്ലായിടത്തും ബഹറാന്നല്ല. ഇതെല്ലാം ഒരു മുതലാളിൻ്റെ ആണെന്നല്ലേ. മൊത്തം ഒരു ബിൽഡിംഗ് മുതലാളി. ഓക്കെ, ഇത് കണ്ട. ഇത് മറ്റേ ഇനിയെല്ലാം ഫോട്ടോ എടുക്കുന്നതാടാ. നമ്മൾ പക്ഷികളും മറ്റേ ഇനിയെല്ലാം ഫോട്ടോ എടുക്കുന്നത്. ഇതിട്ടിട്ട് പോയിട്ട് മണങ്ങി നിന്നോളാം. എന്നാലും ആരും കാണൂല. പക്ഷി മൃഗത്തിനെല്ലാം ഫോട്ടോ എടുക്കുന്ന എന്നിട്ടാ. അതൊന്നും വാങ്ങിക്കണമല്ല ആശിഫേ, നാട്ടിൽ പോകാൻ വാങ്ങിക്കാം. ഇതൊന്നാ പാട്ട് പാടണേ. വാ ചായ പിടിക്കാം. ഇരുട്ടി അങ്ങോട്ട് ഇരുട്ട. അപ്പോൾ ഇതാണ് സൂക്കിൻ്റെ ഉള്ളത്. ആടെ സൂക്ക് നേരെ കുറേ സൂക്കുണ്ട്. ഇത് വേറെ ബിൽഡിങ്. എന്നാ കടിയുള്ളത്? കടിയൊന്നും ഇല്ലല്ലോ. എന്നാ കടിയുള്ളത്?
അനക്കൊരു സുലൈമാനിയ വേണ്ടേ? ആ അനക്കൊരു സുലൈമാനി, ഓനിക്കൊരു ചായയും സുലൈമാനിയും സമോസയും. എന്താ പണ്ടിയാ അല്ല ഓപ്പൺ ആക്കിയാ അല്ല നിങ്ങള് തൊപ്പിടാണെന്നുണ്ടെങ്കിൽ നമുക്ക് كده شباب المدير الاول تفضلوا يا شعب. ما شاء الله مبروك مبروك ان شاء الله. ഇതെന്നാടാ കവിയാ? കവ്യാന്നല്ലോ തന്നെ നാളെ കവ്യ തന്നെ കഴിച്ചിട്ട് ഓക്കെ ഭയങ്കര കട്ടിയുണ്ട്. അപ്പം ഇതാണ് നമ്മളെ ഷോപ്പ്. എടാ ഞാൻ കൊണ്ട കണ്ണട ഇത് നിരത്തി വെച്ചിട്ട് നമ്മളിവിടുത്തെ കണ്ണടയാണ് കേട്ടോ. ഇത് പറയണം എല്ലാം ഒറിജിനൽ സാധനങ്ങളാണല്ലേ, എല്ലാം ഒറിജിനൽ സാധനങ്ങളാണ്. ഇപ്പോൾ റിട്ടേൺ എനിക്ക് അപ്പുറം ചെറിയൊരു ഷോപ്പ് ഉണ്ടായിന് അവിടെ ഇതൊക്കെ. അന്നേരം അടിപൊളി പെർഫ്യൂമും കാര്യങ്ങളും നാട്ടിലേക്ക് പോകുന്നവർക്ക് ഇവിടെ വരാം. ബെസ്റ്റ് പ്രൈസിന് ഇവനെ കൊണ്ട് നമുക്ക് തരയിപ്പിക്കാം. ഇതേതാ പെട്ടിയടാ? ഇതിൻ്റെ വലുത് ആര് വാങ്ങിച്ചത്? കല്ലേലുണ്ടല്ലോ മറ്റേ മോതിരക്കല്ല്. അടിപൊളി. ഇതൊന്ന് കുറച്ച് ഡ്രസ്സ് മാത്രം വെച്ചിനി. ഇതൊന്ന് എടുത്താലോ നമുക്ക്? ഇപ്പോൾ ഇട്ടിട്ട് പോയാലോ? ഇത് രണ്ടുമായിട്ട് ഉപയോഗിക്കാം. മാക്സി ആയിട്ട് ഉപയോഗിക്കാം, ഇതായിട്ട് ഉപയോഗിക്കാം. കൊള്ളാട്ടെ ഇത്. ഇതൊന്ന് ഇട്ടാലോ നമുക്ക്? എടാ ആസിഫ് അടിപൊളി ഷൂ ഉണ്ട്, മഞ്ഞ ഷൂ. അപ്പോൾ നമ്മളെ ഫൈറൂസിൻ്റെ ഷേക്കിൻ്റെ പേര് ഫൈറൂസ്ന്നാ ഫൈറോസ്ന്നാ? ഫിറോസിന്റെ പേര് അറബികളെ വിളിച്ച് ഫൈറൂസാക്കി. അപ്പം നമ്മള് ഫിറോസിന്റെ ഷോപ്പ് എന്ന് പറയല്ല, നമ്മളെ ഷോപ്പ് ഇത്. നമ്മളെ ഷോപ്പായത് ഫുള്ള് പുതിയത് ഓപ്പൺ ആക്കിയത് അപ്പുറം ഉണ്ടായിന്. അപ്പുറം നമ്മള് പഴയ ചെറിയ പൈസക്കുള്ള സാധനങ്ങളെല്ലാം അപ്പുറം ഉണ്ട്. ഇവിടെ നമ്മൾ സെറ്റപ്പ് ആക്കി വലിയ പൈസന്റെ എല്ലാ സാധനങ്ങളും സെറ്റപ്പ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഒരുപാട് ആളുകളുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. നമുക്ക് ഇനിയും ഉണ്ടാവണം നല്ല സാധനങ്ങള്, നല്ല പ്രൈസിന്. ഗോഡൌണിൽ സാധനങ്ങളുണ്ട്. ഇവിടെ ഇനി സെറ്റാക്കണം. അത്ര 5 ദിവസമായി പോലും എന്താ പറയാ ഇതിന് വേണ്ടിട്ട് തിരക്കായത് കൊണ്ട് ഇതായിട്ട്. അപ്പൊ എന്ത് സാധനങ്ങൾ വേണമെങ്കിലും ഫിറോസിനെ വിളിച്ചാൽ മതി. അവന്റെ നമ്പർ ഞാൻ കൊടുക്കാം. നിങ്ങൾക്ക് ബെസ്റ്റ് പ്രൈസിനല്ലേ ഡെലിവറി ചെയ്ത് കൊടുക്കും അല്ലേ? ഡെലിവറിയും ചെയ്ത് കൊടുക്കും. ഡെലിവറി ചെയ്ത് കൊടുക്കും. ടിക്ടോക്ക് ഉണ്ട്, ടിക്ടോക്കിന്റെ ഇത് കൊടുക്കാം, ലിങ്ക് വെക്കാം. എല്ലാതുണ്ട്. അൽബഹാറിന് അടിച്ചു കഴിഞ്ഞാല് ഈ ബാഗെല്ലാം അങ്ങനെ അടിപൊളി സാധനം, ഒക്കെ അടിപൊളി സാധനങ്ങൾ, ക്വാളിറ്റി സാധനങ്ങൾ ഒക്കെ നല്ല പ്രൈസിന് കിട്ടും. അടിപൊളി ബാഗെല്ലാം ഉണ്ട്, നല്ല പ്രൈസിന് കിട്ടും. നമുക്ക് നാട്ടിലെല്ലാം പോകുന്നവർക്ക് നമ്മുടെ ഫിറോസിനെ കോണ്ടാക്ട് ചെയ്താൽ മതി. ഓക്കെ എന്നാ നിശാദ് വരാം. ഓക്കെ എന്നാലേ പോവാ. അപ്പോൾ നമ്മളവിടെ ഇറങ്ങി ഇനി നമുക്ക് കാറിനോടടുത്ത് പോകണം. കാറിനോടടുത്ത് ഇവിടെ വന്നിട്ട് പോയിട്ടില്ലെങ്കിലല്ലേ ശരിയില്ല. എടേ ഇന്ന് ഇത്ര ബ്ലോക്ക് വാ. അസ്സലാമു അലൈക്കും. എന്തെല്ലാന്നേ? ഇത് നമ്മളെ നാട്ടുകാരനെയാണ് കേട്ടാ അല്ലേ? മാണിയൂരല്ലേ? അതെ, നമ്മൾ ബന്ധുക്കളായിട്ട് വരും അല്ലേ? നാസർക്ക് എപ്പോൾ എത്ര മണിക്ക് വരാം? 10 മണിക്കല്ലേ? നമ്മൾ നാസർക്ക് വർക്ക് ചെയ്യുന്ന സ്ഥലത്തിൽ. നിങ്ങൾ ഡ്യൂട്ടി അപ്പോൾ എത്ര മണിക്കാ? 12 മണി വരെ. നല്ല ഉഷാറിനാ നോമ്പല്ലോ അതെയാ? മീനല്ലേ? ഇതെന്താ മുറിച്ചത്? അയക്കൂറയാ? നമ്മൾ പിന്നെ ഇവിടെ വന്നതാ വെറുതെ ഇങ്ങനെ. ഇൻഷാ അല്ലാ പിന്നെ വരാ.
ഒരു ദിവസം വരാം. ഒന്നും വേണ്ട. ഇത് നമ്മളെ അയൽവാസി പഴശ്ശിയിലല്ലേ? ആ 11 വർഷം പഴശ്ശി തന്നെ. അപ്പോൾ നമ്മളിവിടുന്ന് തിരിക്കുന്നത് കാരണം ഇവിടെ ഇല്ല. ഓരോ ഡ്യൂട്ടി 10 മണിക്ക് ശേഷമാണ്. എന്തായാലും പിന്നെ ഒരു ദിവസം വരാം. അതാണ് കോർണിഷ് ചേട്ടാ. ഈ സിഗ്നൽ കഴിഞ്ഞാൽ കോർണിഷിൻ്റെ ഇത് തുടങ്ങി. പോകാൻ നമുക്ക് എന്നാൽ വിടാം. അപ്പോൾ എല്ലാ പരിപാടിയും കഴിഞ്ഞാൽ റൂമിലെത്തി, ഫുഡ് കഴിച്ചു, കുറച്ചിന് കിടക്കണം. അതാണ് പരിപാടി. ഏകദേശം 11-12 മണിയായി. അന്നേരം അടുത്ത നല്ല കാഴ്ചകളും വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.